മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് വയലന്റ് മൂവീസിലൊന്നാണ് മാർക്കോ. നല്ല ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്ഷൻ പടം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ തുടങ്ങി ഒരു ഇൻ്റർവെൽ വരെ കുറച്ചൊരു ക്ഷമപരീക്ഷണമാണ്. ഇതിൻ്റെ കഥ പറച്ചിൽ കുറച്ച് ബോറടിപ്പിക്കുന്ന രീതിയിലാണ്. പക്ഷേ ആ തുടക്കം, പിന്നെ ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക്, പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് എനിക്ക് ഈ സിനിമയിലെ ആക്ഷൻ ബ്ലോക്കുകളിൽ തന്നെ ഈ സ്റ്റെയർ കേസ് ഫൈറ്റ് പറഞ്ഞുണ്ട്. നമ്മുടെ ഒരു ഓൾഡ് ബോയ് സ്റ്റൈലിൽ പിടിച്ചിട്ടുള്ളൊരു സാധനം, ഒരു 1 vs 100 എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു സാധനം പിടിച്ചിട്ടുണ്ട്. കിഡിലൻ ആക്ഷൻ കൊറിയോഗ്രഫി പൊളിയായിട്ട്. മലയാളത്തിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ അധികം ആക്ഷൻ കൊറിയോഗ്രഫി ആ ഒരു മോഡിലുള്ള നമ്മളധികം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ മലയാളത്തിന് പുറത്ത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കില്ലിലൊക്കെ നമ്മൾ കണ്ട രീതിയിലുള്ള അത്രയും ബ്രൂട്ടലായിട്ടുള്ള ആ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ചെയ്തിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ഹീറോ എലിവേഷൻ, ദെൻ ഇതിൻ്റെ മെയിൻ സ്റ്റോറി ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റോറിയിലൊന്നുമില്ല, നമുക്കറിയാം എന്താണ് ഈ സിനിമ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വയലൻ്റ് ആയിട്ടുള്ളൊരു ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ പടം പ്രസൻറ്റ് ചെയ്യണം. സോ അതിന് മിനിമലായിട്ടുള്ള സ്റ്റോറി ലൈൻ മാത്രമേ ഉള്ളൂ. ഈ വയലൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ ചോര എറിച്ചിട്ട് കാര്യമില്ല, അതിന് ഓരോ കോസ് വേണം. സോ പ്രോപ്പറായിട്ട് ഓരോ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ വയലൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ആ വയലൻസ് ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക്, പ്രത്യേകിച്ച് ഇതാണ് ഒരു പ്രീ ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുന്ന വയലൻസൊക്കെ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ഒരു മനസ്സിൽ ഏറ്റെടുക്കാൻ പറ്റാത്ത അത്രയും, അല്ലെങ്കിൽ കണ്ണുകുത്തി കാണാണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇവൻ പറയാൻ പോലും പറ്റില്ല. പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ യൂട്യൂബൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കൊക്കെ അടിച്ചു തരും. കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. സോ അത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു പടം, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിന്, ഇതിന് എ സർട്ടിഫിക്കറ്റ് എന്തിനാണെന്നുള്ളത്, അല്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. ഈ മലയാള സിനിമകളിലൊക്കെ തന്നെ അതിന് പ്രൊഫാനിറ്റി വെച്ചോ അല്ലെങ്കിൽ അതിന് കണ്ടൻറ്റ് വെച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇത് വയലൻസിന് വേണ്ടി മാത്രമാണ്. സോ ഓൾറെഡി ആ ഒരു സർട്ടിഫിക്കറ്റിലാണ് ഈ ഒരു പടം, അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റം വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് നിന്ന് എത്രത്തോളം മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അത് അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. രക്തക്കളാണ്, ബ്ലഡ് ബാത്താണ്. ഈ ചില കൊറിയൻ പടങ്ങളൊക്കെ കാണുന്ന പോലെയാണ്, ഇത് പറയാൻ പറ്റുള്ളൂ. സോ അത്രയും വയലൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പടം, അതിൻ്റെ ആ ഒരു വയലൻ്റ് നേച്ചർ വെച്ച് ഇതാണ് സിനിമയുടെ ഇൻറ്റൻഷൻ, അത് പ്രോപ്പർലി അതേപോലെ തന്നെ ഉണ്ട്. എനിക്ക് ആ ഒരു പോർഷൻ മാത്രമാണ് കുറച്ച് സിനിമയിൽ കുറച്ചെങ്കിലും ഒരു എൻഗേജിങ് അല്ലാത്ത രീതിയിൽ തോന്നിയത്. മറ്റ് പോർഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, ഈ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സ്റ്റാർട്ട് ടു ഇൻ്റർവൽ ബ്ലോക്ക് വരെയുള്ള ഒരു സാധനം, ഇൻ്റർവൽ ബ്ലോക്ക് മുതൽ അങ്ങോട്ട് ഈ സിനിമ ഇതിൻ്റെ ആ ഒരു മെയിൻ ഇൻറ്റൻഷൻ കാണിച്ചു കൊടുക്കും. പ്രോപ്പർ ആക്ഷൻ പടം എന്താണെന്നുള്ളത് കാണിക്കുക. ആ ഒരു സീക്വൻസിൽ കൂടെ ഒരു 1-2 ആക്ഷൻ ബ്ലോക്കും കൂടി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ ഫസ്റ്റിലത്തെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് പോർഷനിലുള്ള ആ ഒരു ആക്ഷൻ ബ്ലോക്കൊക്കെ KGF ചാപ്റ്റർ 1 മിമിക് ചെയ്യണ പോലെ ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ ഒരു മറ്റ് സിനിമകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് റെഫറൻസ് ഒന്നും എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റേതായ സ്റ്റേജിങ് വെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഇൻഡിപെൻഡൻസിയിലാണ് ഇതിൻ്റെ ആക്ഷൻ ബ്ലോക്കുകളൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലൈമാക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ലിയോയുടെ ഒരു റെഫറൻസ് ഒക്കെ വേണമെന്നെങ്കിൽ പറയാം. പക്ഷേ ഇതിന് അതിൻ്റേതായ രീതിയുണ്ട്, അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. ഇത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു പടം മറ്റ് ഇൻഡസ്ട്രി പോലും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അധികം എൻ്റെ സിനിമയുടെ കാസ്റ്റിംഗ് അടിപൊളിയാണ്. ഇതിൽ ഏക പോരാമായിട്ട് എനിക്ക് തോന്നിയതിലൊരു ഹീറോയിൻ പൊസിഷൻ, അല്ലെങ്കിൽ ഉണ്ണിമുഖത്തിൻ്റെ പേരായിട്ട് വരുന്നൊരു ക്യാരക്ടർ, ആൾ മാത്രം ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. കാരണം മലയാളം പോലും അറിയാത്ത ഒരാളെ വെച്ചിട്ടാണ് ചെയ്ത പോലെ, ലിപ്സിംഗ് ഒന്നും പ്രോപ്പറായിട്ട് വർക്കാവാത്ത പോലെ. ബാക്കി എല്ലാ വരുന്ന ക്യാരക്ടേഴ്സ് അടിപൊളി, ചെറിയ കുട്ടികളടക്കം ഉണ്ട്. സോ ഈ സിനിമ ഒരിക്കലും ഒരു കാരണവശാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയല്ല. നിങ്ങൾ ഇപ്പോൾ ഈവൻ ടി വിയിലൊക്കെ വരുമെന്ന് പോലും അറിയില്ല. ഈ വീട്ടിലിരുന്ന് OTT കാണുകയാണെങ്കിൽ പോലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്ത അത്രയും ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് സീക്വൻസുകളുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊന്നും തീരെ കാണാൻ പറ്റും. സോ ആ ഒരു പ്രിക്കോഷൻ സിനിമയുടെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളതും. അതുകൊണ്ട് ചാടി കയറി ഫാമിലി ആയിട്ട് പോയി കാണാൻ നിൽക്കരുത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സിനിമ വെച്ച് പറയാനുള്ളത്, രാമചന്ദ്ര ബോസൻകോ എന്ന് പറഞ്ഞൊരു പടം എടുത്ത അതേ ഡയറക്ടർ തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെപ്പറ്റി ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ഈവൻ അതിനെപ്പറ്റി മോശം പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനും നിരത്തി പിടിച്ച് സ്ട്രൈക്കൊക്കെ ആയിരുന്നു. അതിനെപ്പറ്റി നല്ല പറഞ്ഞവർ കുറവേ ഉണ്ടാവുള്ളൂ. സോ പടം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത്. മനസ്സിലാക്കാതെയാണ് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തത്. ആൻഡ് ആ ഒരു കാര്യം വെച്ച് എനിക്ക് പറയാനുള്ളത്, അതുപോലൊരു പടം എടുത്ത് മോശം പറഞ്ഞവരെ കൊണ്ട് ഇതേപോലെ ഒരു എടുത്ത് നല്ല പടം പറയിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് അന്ന് അങ്ങനെയൊക്കെ കാണിക്കാൻ നിന്നത്? എനിക്കിതിൽ ഞാനൊന്ന് മോശം പറഞ്ഞ പടമാണ് അത്. ഈ പടം എനിക്ക് നന്നായിട്ട് തോന്നുന്നു, അതുകൊണ്ട് നന്നായിട്ട് തന്നെ പറയും. ഐ തിങ്ക് എല്ലാവരും നന്നായിട്ട് തന്നെ ആയിരിക്കും പറയാം. കാരണം ഈ സിനിമ എന്താണ് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ഡെലിവറി ചെയ്യുന്നൊരു പടം. സോ ഇങ്ങനെ വേണം കാണിച്ചു കൊടുക്കാൻ, അല്ലാതെ ആ പരിപാടിയല്ല ചെയ്യേണ്ടത്. സോ ഇനിയെങ്കിലും ആ ഒരു കാര്യം മാറ്റി നിർത്തുക. പടം മോശമായ കണ്ടവർക്കല്ല കുറ്റം, എടുത്തവർക്കാണ് കുറ്റം. ഇതിപ്പോൾ വെടിക്കെട്ട് നടത്തിയവരും മറ്റേ കമ്മിറ്റിക്കാരനും അല്ല, വെടിക്കെട്ട് കേട്ട് എന്നവനാണ് പ്രശ്നം എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന സിനിമകളിലുണ്ടായിരുന്ന ഇഷ്യൂസ്. സോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു പടം മോശമായ അടുത്തത് അതിനേക്കാൾ നല്ല പടം, ഇപ്പോൾ നെൽസനൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടു, അതേപോലെ തന്നെ നല്ല പടമായിട്ട് വന്നിട്ടുള്ളൊരു പടമാണ് മാർക്കോ. എന്നെ സംബന്ധിച്ച് ആ ഒരു വയലൻ്റ് നേച്ചർ വെച്ച് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളൊരു പടം,
അതിൻ്റെ ആ ഒരു ബ്രൂട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് കാണാം. സോ പേഴ്സണലി ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആ ഒരു പോർഷൻ മാത്രം കുറച്ചും കൂടി ആ ഒരു എന്തെങ്കിലും ഒരു എൻഗേജിങ് ഫാക്ടർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ഒരു ഫസ്റ്റ് ഹാഫിലെ കുറച്ച് പോർഷനിലും കൂടി എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ടോൺ തന്നെ, എലിവേഷൻ തന്നെ മാറിയാണ്. എങ്കിലും സ്റ്റിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള, ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രൂട്ടൽ ആക്ഷൻ പടമാണ്. മലയാളത്തിലെ ഇങ്ങനൊരു പടം നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. മാർക്കോ തീർച്ചയായിട്ടും കണ്ടുപോകുക. സോ ഓൾറെഡി സിനിമ കണ്ടുവരുന്നെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.